നമസ്കാരം, ചാനൽ 91 ന്യൂസിലേക്ക് സ്വാഗതം. കേരളത്തിൽ നിലവിൽ 14 ജില്ലകളാണുള്ളത്. എന്നാൽ അടുത്തൊരു ജില്ല കൂടി വരുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അങ്ങനെ ഒന്നാണ് വരാൻ പോകുന്നത്. പൊതുവിഷയങ്ങളിലുള്ള പിന്നോക്കാവസ്ഥ പരിഹരിക്കാൻ ഇത് വേണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. അടുത്തൊരു ജില്ല കൂടി വന്നാൽ എന്തൊക്കെ മാറ്റങ്ങളാണ് കേരളത്തിന് വരുന്നതെന്ന് കണ്ടുതന്നെ അറിയണം. നെയ്യാറ്റിൻകരയാണ് ഒരു ജില്ലയാക്കി മാറ്റണമെന്ന ഹർജി സർക്കാരിന്റെ മുൻപിൽ എത്തിയിരിക്കുന്നത്. നെയ്യാറ്റിൻകര ജില്ലാ രൂപീകരണ സമിതി മുഖ്യമന്ത്രിക്ക് ഭീമഹർജി സമർപ്പിച്ചു. മതനേതാക്കൾ ഉൾപ്പെടെയാണ് ഈ സമിതി. നെയ്യാറ്റിൻകര ജില്ലാ രൂപീകരണ സമിതി നെയ്യാറ്റിൻകര, കാട്ടാക്കട താലൂക്കുകൾ കൂട്ടിയോജിപ്പിച്ച് നെയ്യാറ്റിൻകര ആസ്ഥാനമാക്കി പുതിയ ജില്ല രൂപീകരിക്കണമെന്ന ആവശ്യവുമായി ജനങ്ങളിൽ നിന്ന് സ്വരൂപിച്ച 1,00,000 ഒപ്പുകൾ അടങ്ങിയ ഭീമഹർജി സമിതി ചെയർമാൻ ജി ബാലകൃഷ്ണൻ പിള്ള മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചു. സർക്കാരിന് പുതിയ ജില്ല രൂപീകരിക്കുന്നതിൽ അനുകൂല നിലപാടാണുള്ളതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. 1984 കാസർഗോഡ് ജില്ല രൂപീകരിച്ചതിന് ശേഷം പുതിയ ജില്ലകളിൽ രൂപീകരിക്കുന്നത് കൊണ്ട് കേന്ദ്രവിഹിതത്തിൽ സംസ്ഥാനത്തിനുണ്ടായ കനത്ത നഷ്ടം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തു. തമിഴ്നാടും കർണാടകയും ആന്ധ്രാപ്രദേശും തെലങ്കാനയും ഈ കാലഘട്ടത്തിൽ ജില്ലകളുടെ എണ്ണം വർദ്ധിപ്പിച്ചത് വലിയ നേട്ടമാണ് ഉണ്ടാക്കിയതെന്നും ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിലും വികസനത്തിലും ചെറിയ പ്രദേശങ്ങൾ ഉൾപ്പെടുത്തി ജില്ല രൂപീകരിക്കുന്നത് ദേശീയ തലത്തിൽ ഫലപ്രാപ്തി കണ്ട വസ്തുതയാണ്. സംസ്ഥാനത്ത് വയനാടിനെ പിന്തള്ളി ഏറ്റവും കുറഞ്ഞ പ്രതിശീർഷ വരുമാനമുള്ള ജനങ്ങൾ അധിവസിക്കുന്ന ഈ പ്രദേശത്ത് മാറ്റമുണ്ടാവണമെങ്കിൽ അത് ജില്ല രൂപീകരണം കൊണ്ട് മാത്രമേ പറ്റൂ എന്ന് ഹർജിക്കാർ പറഞ്ഞു. കേരളത്തിൽ ഏറ്റവും അവസാനമായി രൂപീകരിക്കപ്പെട്ട ജില്ലയാണ് കാസർഗോഡ്. 1984 മെയ് 24 കാസർഗോഡ് ജില്ലാ രൂപീകരണം ഔദ്യോഗികമായി പ്രഖ്യാപിക്കപ്പെട്ടത്. അതുവരെ കണ്ണൂർ ജില്ലയുടെ ഭാഗമായിരുന്ന മഞ്ചേശ്വരം, കാസർഗോഡ്, ഗോസ്ദുർഗ്, വെള്ളരിക്കുണ്ട് എന്നീ 4 താലൂക്കുകൾ ചേർത്താണ് കാസർഗോഡ് രൂപീകരിക്കപ്പെട്ടത്. കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയിലെ ഒരു പട്ടണവും മുനിസിപ്പാലിറ്റിയുമാണ് നെയ്യാറ്റിൻകര. ചരിത്രപ്രധാനമായ ഒരു പട്ടണമാണിത്. നെയ്യാറ്റിൻകര എന്ന പേര് വന്നത് തന്നെ അത് നെയ്യാറിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്നത് കൊണ്ടാണ്. നെയ്യാറ്റിൻകര, കാട്ടാക്കട താലൂക്കുകളെ കൂട്ടിയിണക്കി നെയ്യാറ്റിൻകര കേന്ദ്രമാക്കി ജില്ലയ്ക്ക് വേണ്ടി രൂപീകരിച്ച നെയ്യാറ്റിൻകര ജില്ലാ രൂപീകരണ സമിതിയുടെ ചെയർമാൻ ആയിരുന്ന മുൻ മന്ത്രി ആർ സുന്ദരേശൻ നായർ. എന്നാൽ സുന്ദരേശൻ നായരുടെ വിടവാങ്ങൽ ജില്ലാ രൂപീകരണമെന്ന സ്വപ്നം ബാക്കിയാക്കിയിരുന്നു. ഇതിനുവേണ്ടി അഹോരാത്രം പ്രവർത്തിച്ച അദ്ദേഹത്തിനും മറ്റംഗങ്ങൾക്കും നെയ്യാറ്റിൻകര ഒരു ജില്ലയായി മാറ്റണമെന്ന ആഗ്രഹമുണ്ടായിരുന്നു. എന്നാൽ ആ സുന്ദരേശൻ നായരുടെ വിടവാങ്ങൽ ജില്ലാ രൂപീകരണം എന്ന സ്വപ്നം ബാക്കിയാക്കിയിരുന്നു. ഇതിനുവേണ്ടി അഹോരാത്രം പ്രവർത്തിച്ച അദ്ദേഹത്തിനും മറ്റംഗങ്ങൾക്കും നെയ്യാറ്റിൻകര ഒരു ജില്ലയായി മാറ്റണമെന്ന ആഗ്രഹമുണ്ടായിരുന്ന ഓരോരുത്തർക്കും നെയ്യാറ്റിൻകര ജില്ലയായി മാറിയാൽ അത് അവരുടെ സ്വപ്ന സാക്ഷാത്കാരം തന്നെയാണ്. പുതിയൊരു ജില്ല രൂപം കൊള്ളുമ്പോൾ ഉണ്ടാകാൻ പോകുന്ന മാറ്റങ്ങൾ സംസ്ഥാനത്തെ ഏതൊക്കെ രീതിയിൽ ബാധിക്കുമെന്ന് കാത്തിരുന്ന് തന്നെ കാണാം.